നിങ്ങളുടെ മാതാപിതാക്കൾ ഗൾഫ് നാട്ടിൽ പോയത് അവർക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു ദിവസം ഒരാളുടെ കൈപിടിച്ച് നിങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിലും ഞാൻ കെട്ടുമെന്ന് പറയുന്നത് പച്ച വ്യഭിചാരമാണ്. അതിൽ നിങ്ങളുണ്ടാകാൻ പാടില്ല. പടച്ചവന് ഇഷ്ടമില്ലാത്ത, മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത, ദീനിന് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിൽ എന്റെ പ്രിയപ്പെട്ട മക്കൾ ഉണ്ടായിക്കൂടാ. ആൺകുട്ടികളെ, സ്വന്തം പെങ്ങളെ വേറൊരുത്തൻ വന്ന് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് എത്രമാത്രം സങ്കടകരമാണ് എങ്കിൽ മറ്റൊരു വീട്ടിൽ നിന്ന് താലോലിച്ച് വളർത്തിയ ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഗുണ്ടായുസത്തിന്റെ പേരിൽ, തോന്നിവാസത്തിന്റെ പേരിൽ എടുത്തുകൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് കരയുന്ന 4 കണ്ണുകളല്ല, ആയിരക്കണക്കിന് ദുആകൾ നിങ്ങൾക്കെതിരെ ഉണ്ടാകും. നല്ലവരാവുക, സംശുദ്ധിയുള്ള ഹൃദയമാവുക, ഏത് സമയത്തും മുസൽമാനാകുന്നതിൽ അഭിമാനമുണ്ടാവുക, ധാർമ്മിക ജീവിതം കൈവിടാതിരിക്കുക, നമസ്കാരം നിലനിർത്തുക, ദീനിയായി ജീവിക്കുക, ഏറ്റവും നല്ലവരായി ജീവിച്ച് മരണപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇസ്ലാം അഭിമാനമാണ്, ഖുർആൻ അന്തസ്സാണ്, അല്ലാഹുവിന്റെ ദീൻ നമ്മുടെ അടിത്തറയാണ്. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ ജീവിക്കാൻ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. എല്ലാ മേഖലകളിലും റഹ്മാനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് എല്ലാ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയും ഭക്തിപൂർണമായി ജീവിക്കണം എന്ന് വിനീതമായി എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള ഭൂരിപക്ഷം മുസ്ലിം സഹോദരങ്ങളും ഇന്നലെയും ഇന്നുമായി ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഏവർക്കും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തോളമായി നമ്മുടെ ജീവിതം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി ജീവിക്കുകയായിരുന്നു നമ്മൾ. ഈ ഒരു മാസം അള്ളാഹുവിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ നടത്തിയിരുന്ന പ്രാർത്ഥനകൾ എന്താണ് എന്ന് പരിശോധിച്ചാൽ അതിന്റെ രത്ന ചുരുക്കം, അള്ളാഹുവേ ഞങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളും നീ പുറത്തു തരയണമേ എന്നതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ നീ മാപ്പാക്കി തരണമേ എന്നതാണ്. അവസാനത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ എന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെയും നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പോരായ്മകളും സ്ഖലിതങ്ങളുമെല്ലാം നീ മാപ്പാക്കി തരണമേ എന്നതാണ് ആ പ്രാർത്ഥനയുടെ അകമ്പൊരുൾ എന്നുള്ളത്. സഹോദരങ്ങളെ, ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി മാറുകയും സ്വർഗത്തിന്റെ വക്കോളം എത്തി നിൽക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പെരുന്നാൾ ദിവസം നമ്മൾ എടുക്കേണ്ട ഒന്നാമത്തെ തീരുമാനം, ഇനി അള്ളാഹു നമ്മൾക്ക് നൽകിയ സ്വർഗത്തിന്റെ വക്കോളം എത്തിയ നമ്മൾ ഇനി തിരിച്ച് അതേ പാപങ്ങളിലേക്ക്, അതേ തെറ്റുകളിലേക്ക്, അതേ അബദ്ധങ്ങളിലേക്ക് ബോധപൂർവം ചെന്നുപെടുക എന്നതിനേക്കാളും വലിയൊരു നന്ദികേട്, ഒരു ക്രൂരത അള്ളാഹുവിനോടും നമ്മളോടും നമ്മൾക്ക് ചെയ്യാനില്ല. അഥവാ ഏതൊരു പാപങ്ങൾ പൊറുക്കാനാണോ നമ്മൾ അള്ളാഹുവിനോട് 30 ദിവസം പ്രാർത്ഥിച്ചത്, തഹജ്ജുദിൽ തേടിയത്, തറാവീഹിൽ തേടിയത്, നമസ്കാരത്തിന് ശേഷം തേടിയത്, അതേ തെറ്റുകളിലേക്ക് ഈ ഒരു ദിവസത്തോടുകൂടി ബോധപൂർവം തിരിച്ചു നടക്കുക, അതേ അബദ്ധങ്ങൾ വീണ്ടും ജീവിതത്തിൽ വരിക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇനി സംഭവിക്കാൻ പാടുള്ളതല്ല. നമ്മൾ ചെറിയ സുന്നത്തായ കർമ്മങ്ങൾക്ക് പോലും വലിയ പ്രാധാന്യമായിരുന്നു റമദാനിലുള്ളത്. ആ ത്യാഗവും ആ പരിശ്രമവും റമദാനിന് ശേഷം നാളെ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഫർളായ നമസ്കാരം ഇനി ഒരിക്കലും ഞാനും എന്റെ കുടുംബവും ഒഴിവാക്കുകയില്ല എന്ന് തീരുമാനിക്കാൻ നമ്മൾക്ക് കഴിയണം. പരിശുദ്ധ ഖുർആൻ കൊണ്ട് സജീവമായിരുന്ന റമദാൻ, ഖുർആനിന് ശേഷം ഖുർആൻ അതേ പെരുന്നാളിന് ശേഷവും നമ്മുടെ വീടുകളിൽ ഒരു ദിവസം ഒരു പേജെങ്കിലും പാരായണം ചെയ്ത് അള്ളാഹുവിന് പ്രിയപ്പെട്ടവരുടെ വീടായി നമ്മുടെ വീട് മാറ്റി തീർക്കുവാൻ നമ്മൾക്ക് തുടർ പരിശ്രമങ്ങളും ഉണ്ടാകണം. പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ മനസ്സും സമ്പത്തുമെല്ലാം ശുദ്ധീകരിച്ചവരാണ് നമ്മൾ. അതേ മനസ്സിലേക്ക്, അതേ ജീവിതത്തിലേക്ക്, അതേ സമ്പത്തിലേക്ക് ഇനി അള്ളാഹു നിഷിദ്ധമാക്കിയ സമ്പത്തിന്റെ വഴികളോ, അള്ളാഹു നിഷിദ്ധമാക്കിയ അശ്ലീല കാഴ്ചകളോ, അള്ളാഹു നിരോധിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ ആനന്ദങ്ങളോ, അവിഹിതമായ ബന്ധങ്ങളോ ഇനി ബോധപൂർവം ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ കഴിയുമ്പോഴാണ് ഈ ചെറിയ പെരുന്നാൾ നമ്മുടെ ജീവിതത്തിന്റെ ആത്മാവായി മാറുക. ഇല്ല എങ്കിൽ ഖുർആൻ പറഞ്ഞതുപോലെ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ, ഹിദായത്ത് കിട്ടിയ ശേഷം, തൗഹീദ് ബോധ്യപ്പെട്ട ശേഷം, സ്വർഗത്തിന്റെ വഴി
കണ്ടെത്തിയതിനു ശേഷം ബോധപൂർവം ഒരാൾ പഴയതിലേക്ക് തന്നെ തിരിച്ചു നടക്കുകയാണെങ്കിൽ ഇനി ഒരു അവസരം നന്നാകുവാനോ തൗബ ചെയ്യുവാനോ ഇല്ലാത്ത വിധം അള്ളാഹുവിന്റെ വക്കൽ നിന്ന് നരകത്തിലേക്കുള്ള വഴി അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. യുവാക്കളെ, യുവതികളെ, ലോകത്തെവിടെ പോയാലും നമസ്കാരം ഒഴിവാക്കാത്തവരായി നമ്മൾ മാറണം. ജീവിതത്തിൽ എന്ത് മറന്നാലും ഒരു ദിവസം ഖുർആൻ പാരായണം മറക്കാത്തവരായി നമ്മൾ മാറണം. നമ്മുടെ വീടും നമ്മുടെ ശരീരവും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി തന്നെ അവസാനം വരെ നമ്മൾക്കുണ്ടാകണം. അങ്ങാടികളും പരിസര പ്രദേശങ്ങളും കാത്തിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാണ്. ശൈത്താൻ ഒരുങ്ങി നിൽക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാണ്. ഇല്ല എന്ന് പറയാനുള്ള ധീരതയാണ് റമദാനിന്റെ 30 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത്. അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒന്നാമത്തെ തീരുമാനം. 2, നമ്മുടെ നാടുകളെല്ലാം ലഹരിയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളിലാണ്. സഹോദരങ്ങളെ, 6ഉം 7ഉം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ലഹരിയുടെ ഭാഗമാകുന്നു എന്നതും സ്വന്തം ജനനേന്ദ്രിയത്തിന്റെ അകത്ത് അവനവന്റെ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി ഒളിച്ചു കടത്തുന്ന പെൺകുട്ടികൾ ഉണ്ടാകുന്നു എന്നതും സ്വന്തം മക്കളെ ഉപയോഗിച്ച് അതിന്റെ ഭാഗമായി ബിസിനസ് നടത്തുന്ന മാതാപിതാക്കളുണ്ട് എന്നതും ആരാധനാലയം വരെ കലാലയങ്ങൾ വരെ ഇതിനു വേണ്ടി മറയാക്കുന്നു എന്നതും ഏറെ ഭീതിതമായ അവസ്ഥയാണ്. ആളുകൾ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് പറയുന്നത്, ഇതാ ലഹരി ഉപയോഗിക്കുന്നവൻ നാട്ടിൽ പ്രശ്നക്കാരനാണ്, അവൻ കുടുംബത്തെ കൊലപാതകം ചെയ്യുന്നു, നാട്ടിൽ കലാപമുണ്ടാക്കുന്നു എന്ന്. എന്തൊരു വിരോധാഭാസമാണെന്നറിയുമോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. വിശ്വാസികളെ, മനുഷ്യരെ, ലോകത്തുള്ള ഏത് പാപത്തിന്റെയും അടിസ്ഥാനം ഒരാൾ ലഹരി ഉപയോഗിക്കുന്നതാണ്. വകബീറത്തുൽ ഇസ്ം, അത് ഏറ്റവും വലിയ പാപമാണ്. കഴിഞ്ഞില്ല. വമൻ ശരിബഹാ വഖഅല ഉമ്മിഹി വഖാലത്തിഹി വഅമ്മത്തിഹി, ആരെങ്കിലും പൊടിയായി, സ്റ്റിക്കറായി, കൂളായി, സിറിഞ്ചായി, പാനീയമായി ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉപയോഗിച്ചു തുടങ്ങിയാൽ അവനവന്റെ ഉമ്മയെ, അമ്മായിയെ, മൂത്തമ്മയെ, എളാമയെ വ്യഭിചരിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് അന്ന് പറഞ്ഞപ്പോൾ, വിശ്വാസികളായ മനുഷ്യർ അങ്ങാടികളിൽ ഇതുവന്ന് പറഞ്ഞപ്പോൾ അന്ന് ആളുകൾ പറഞ്ഞു, ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ, ചോയ്സ് അല്ലേ, അവനവന്റെ പേഴ്സണൽ സ്പേസുകളിൽ എന്തിനാണ് മതം ഇടപെടുന്നത് എന്ന് ആളുകൾ അതിന് മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അവനവന്റെ ചോയ്സിൽ എന്തിനാണ് മതം ഇടപെടുന്നത് എന്ന്. അതേ ആളുകൾ ഇന്ന് മുദ്രാവാക്യങ്ങളുമായി അങ്ങാടികളിലുണ്ട്, ഫ്ലക്സ് ബോർഡുകളുമായി അങ്ങാടികളുണ്ട്, ക്യാമ്പയിനുകളുമായി അങ്ങാടികളിലുണ്ട് എന്നത് അൽഹംദുലില്ലാ പ്രവാചകന്റെ വചനങ്ങളിലേക്ക് ലോകം തിരിച്ചു വരുന്നു എന്ന ആശാവഹമായ കാര്യമാണ്. ഒരു കാര്യം നമ്മൾക്കറിയണം, എന്താണ് പരിഹാരം? ആളുകൾ ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് പരിഹാരം? നോക്കൂ നിങ്ങൾ, ലോകത്തിൽ ലക്ഷോപലക്ഷം മുസ്ലിം സഹോദരങ്ങൾ അവർക്ക് ലഹരി കിട്ടുന്ന സ്ഥലത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ? എവിടെയാണ് ഇത് കിട്ടുന്നത് എന്നറിയാത്തത് കൊണ്ടാണോ? പക്ഷേ ഒരു പൊടി പോയിട്ട്, ഒരു വലി പോയിട്ട്, ഏതെങ്കിലും ഒരു പാനീയം എന്തുകൊണ്ടാണ് ലക്ഷോപലക്ഷം മുസ്ലിം സഹോദരങ്ങൾ ഇവിടെ ഉപയോഗിക്കാത്തത്? പട്ടാളത്തെ ഭയന്നിട്ടാണോ? പോലീസിന്റെ നിയമങ്ങളെ പേടിച്ചിട്ടാണോ? ഏതെങ്കിലും കൽത്തുറങ്ങുകളിൽ അടക്കപ്പെടുമെന്നതുകൊണ്ടാണോ? അല്ല, ആരെയും പേടിക്കുന്നില്ല. ഒരു നിയമത്തെയും ജീവിതത്തിൽ അനുസരിച്ച് അതിന്റെ പേരിൽ അനുസരിച്ചിട്ടല്ല, മറിച്ച് അവിടെ ഹൃദയത്തിൽ അള്ളാഹു അവർക്ക് നൽകിയ ഈമാനിന്റെ കരുത്തുകൊണ്ടാണ്. ആതീഹിം യൗമുൽ ഖിയാമത്തി ഫർദാ, അള്ളാഹുവിന്റെ വക്കൽ ഒറ്റക്ക് വരേണ്ടി വരും. എന്നിട്ടോ ഫരീഖുൽ ജന്ന ഫരീഖുൽ സഈർ, ഒരു ഭാഗം ആളുകൾ സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗം ആളുകൾ നരകത്തിലേക്കും പോകും. അവിടെ ലഹരിയുടെ ഏതെങ്കിലും ഒരു കഷ്ടം ചങ്ങാതിമാർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി പ്രായത്തിന്റെ തിളപ്പിലാണെന്നതിന്റെ പേരിൽ ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ശീതീകരിച്ച റൂമിൽ നിന്ന് കൂട്ടുകാരുടെ കൂടെയോ കല്യാണത്തിന്റെ തലേ ദിവസമോ ഗ്രൗണ്ടിന്റെ സൈഡ് ഭാഗത്തോ ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന ഉത്സവങ്ങളുടെ പിന്നാമ്പുറങ്ങളിലോ അവനവന്റെ ജീവിതത്തിൽ ഉപയോഗിച്ചാൽ അവന്റെ ശരീരത്തിൽ നിന്ന് അല്ലാഹു ഈമാനിനെ പുറത്തേക്കെടുക്കും. അവൻ മരിക്കുന്നത് ജാഹിലിയത്തിൽ അബൂജഹൽ ചത്തുമലച്ചതുപോലെ അവൻ ചത്തുമലക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ആര് കണ്ടിട്ടില്ലെങ്കിലും ആരറിഞ്ഞിട്ടില്ലെങ്കിലും മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരമേകിക്കൊണ്ട് അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന വാക്കിന് ഉത്തരമേകിക്കൊണ്ടാണ് ലക്ഷോപലക്ഷം മുസ്ലിം സഹോദരങ്ങൾ ലോകത്തിൽ ലഹരി ഉപയോഗിക്കാത്തത്. അതേ മാർഗമുള്ളൂ. ഈമാനാണ് പരിഹാരം, ഇസ്ലാമാണ് പരിഹാരം. മക്കയുടെ തെരുവോരങ്ങളിൽ അബ്കാരി കോൺട്രാക്ടർമാരാണ് അവനവന്റെ ഷോപ്പുകളിൽ അവർ വീപ്പക്കുറ്റികളിൽ നിറച്ചിട്ടുള്ള കള്ളിന്റെ ചഷകങ്ങളും ബാരലുകളും മദീനയുടെ തെരുവുകളിലൂടെ ഒഴുകിയത്. കുടിച്ചിരുന്ന കല്ലുകൾ വായിലേക്ക്
വിരലിട്ടുകൊണ്ട് ഛർദിക്കുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമാണ്. അവനവന്റെ നമസ്കാരത്തിൽ പോലും മരിച്ചാൽ പോലും ലഹരി നുണയണമെന്ന് ആഗ്രഹിച്ചവരാണ്. പിന്നീട് റളിയല്ലാഹു അൻഹും വറളു അൻഹും ലോകത്തിന് മാതൃകയുള്ള ലഹരിയുടെ ഒരു ഘട്ടം പോലും ഉപയോഗിക്കാത്ത വലിയൊരു ജനവിഭാഗമായി മാറിയത് അവരുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ച ആദർശം കൊണ്ടാണ്. അവരുടെ മാനിഫെസ്റ്റോ പരിശുദ്ധ ഖുർആനായതുകൊണ്ടാണ്. അവരുടെ ആദർശം പരിശുദ്ധ ഇസ്ലാമായതുകൊണ്ടാണ്. ആ ഇസ്ലാമിന്റെ വഴി തെരഞ്ഞെടുക്കുമ്പോഴാണ് നാടുകളിൽ ഇതിന് പര്യാവസാനം ഉണ്ടാവുക. സഹോദരങ്ങളെ, നമ്മൾ ഇതുപോലെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മളെപ്പോലെ ആർത്തുല്ലസിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ള ഫലസ്തീനിലെ ഗസയിലെ കുട്ടികളുണ്ട്, മ്യാൻമറിലെ സഹോദരങ്ങളുണ്ട്, ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഗങ്ങളിലെ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്, ചൈനയിലെ മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവർ നമ്മളെപ്പോലെ ഈദ്ഗാഹിന് വരാൻ ആഗ്രഹിച്ചവരാണ്. പക്ഷേ സ്വന്തം കുട്ടികളെ കഫംപുടവയിൽ പൊതിഞ്ഞ് അതിന് കാവൽ നിൽക്കുകയാണ് മാതാപിതാക്കൾ. നമ്മൾ സന്തോഷിക്കുമ്പോൾ ഹെലികോപ്റ്ററുകളിൽ ആളുകൾ കൊണ്ടുവന്നിടുന്ന ഭക്ഷണങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുകയാണ് നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങൾ. 76 ടൺ ബോംബുകളാണ് കഴിഞ്ഞ വർഷം മാത്രം ഗസയിൽ നിക്ഷേപിച്ചത്. 1.5 ലക്ഷത്തോളം മനുഷ്യരാണ് ഈ അടുത്ത് മരണപ്പെട്ടത്. ആലോചിച്ചു നോക്കണം, 1000-വും 2000-വുമല്ല, 85% കലാലയങ്ങളും അവിടെയുള്ള പള്ളികളും തകർക്കപ്പെട്ടു കഴിഞ്ഞു. 1 കിലോമീറ്ററിനുള്ളിൽ 8 പള്ളികളിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന അതേ നാടുകൾ ഇന്ന് 8 കിലോമീറ്റർ പരിസരത്തു നിന്ന് ഒരൊറ്റ ബാങ്കുളി മാത്രമായി കാണുന്നു. സഹോദരങ്ങളെ, ചൈനയിലും ഇതുപോലെ തന്നെയാണ്. നോമ്പ് നോക്കാൻ കഴിയാത്തവർ മ്യാൻമറിൽ ആക്രമിക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അത്ര പൂശുമ്പോൾ ചോരയുടെ മണമുള്ളയിടത്താണ് അവർ ജീവിക്കുന്നത്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി മനസ്സിൽ നിന്ന് ദുആയുണ്ടാകണം. ആ ദുആയുണ്ടാകുന്നതോടൊപ്പം ജീവിതത്തിൽ മാതൃകയുണ്ടാകണം. സഹോദരിമാരോട് ഒരേ ഒരു കാര്യം, സഹോദരങ്ങളോട് ഒരേ ഒരു കാര്യം, നമ്മൾക്ക് ഈമാൻ ഉണ്ടായത്, നമ്മൾക്ക് റമദാനിൽ തഖ്വയുണ്ടായത് അല്ലാഹുവിന്റെ പള്ളിയുമായി നമ്മൾ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പടച്ചവന്റെ അനുഗ്രഹം ഉണ്ടായത്. അല്ലാഹുവിന്റെ വീടാണ്, അല്ലാഹുവിന്റെ കലാം ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. ആ പള്ളിയുമായി നമ്മുടെ ഹൃദയബന്ധമുണ്ടാകണം. ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗക്കാരിൽ ഒരാൾ പള്ളിയുമായി ഹൃദയബന്ധമുണ്ടാക്കിയവരാണ്. സഹോദരിമാരെ, ജുമുഅകൾ അവസാനിച്ചിട്ടില്ല, ജമാഅത്തുകൾ അവസാനിച്ചിട്ടില്ല. പെൺകുട്ടികളെ, ആൺകുട്ടികളെ, ദീനിന്റെ സന്ദേശങ്ങൾ റമദാനോടുകൂടി അവസാനിച്ചിട്ടില്ല. അല്ലാഹു നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബു ശാബൻ യുഫ്നാ ശബാബഹു ഫീ ത്വാഅത്തില്ലാ. നമ്മുടെ നാടുകളിൽ 10,000-കണക്കിന് യുവാക്കൾ ഉണ്ടാകും. പക്ഷേ അല്ലാഹു അർശിന്റെ തണൽ നൽകുന്ന യുവാക്കളും യുവതികളും അവർ ഈ നാട്ടിൽ കഞ്ചാവിന്റെ മുകളിൽ ആർമാദിച്ച് ആഹ്ലാദിച്ച് ബാപ്പയെയും ഉമ്മയെയും കൊലപാതകം ചെയ്യുന്ന ആളുകളല്ല. ഇതാണ് ഹരം എന്ന് പറയുന്നവരല്ല. സുജൂദിൽ കിടക്കുന്ന ഉമ്മയെ ചരവ കൊണ്ട് തലക്കടിച്ചു കൊന്ന മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരൊറ്റ കുട്ടിയും ഉണ്ടാകാൻ പാടില്ല. പടച്ചവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് പ്രവാചകനെ മാതൃകയാക്കി ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് ജീവിതത്തെ സംശുദ്ധീകരിച്ച് പാവപ്പെട്ടവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ചെയ്ത് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നാട്ടുകാർക്കും കുടുംബക്കാർക്കും ദീനിനും ഉപകാരപ്പെടുന്ന നല്ല മക്കളായി നമ്മൾ മാറണം. പെൺകുട്ടികളോട് പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തവരാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ ഗൾഫ് നാട്ടിൽ പോയത് അവർക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു ദിവസം ഒരാളുടെ കൈപിടിച്ച് നിങ്ങൾ സമ്മതിച്ചിട്ടില്ലെങ്കിലും ഞാൻ കെട്ടുമെന്ന് പറയുന്നത് പച്ചവ വിചാരമാണ്. അതിൽ നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പടച്ചവന് ഇഷ്ടമില്ലാത്ത, മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത, ദീനിന് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിൽ എന്റെ പ്രിയപ്പെട്ട മക്കൾ ഉണ്ടായിക്കൂടാ. ആൺകുട്ടികളെ, സ്വന്തം പെങ്ങളെ വേറൊരുത്തൻ വന്ന് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് എത്രമാത്രം സങ്കടകരമാണ്. എങ്കിൽ മറ്റൊരു വീട്ടിൽ നിന്ന് താലോലിച്ച് വളർത്തിയ ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഗുണ്ടായിസത്തിന്റെ പേരിൽ, തോന്നിവാസത്തിന്റെ പേരിൽ എടുത്തുകൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് കരയുന്ന 4 കണ്ണുകളല്ല, 1000-കണക്കിന് ദുആകൾ നിങ്ങൾക്കെതിരെ ഉണ്ടാകും. നല്ലവരാവുക, സംശുദ്ധിയുള്ള ഹൃദയമാവുക, ഏത് സമയത്തും മുസൽമാനാകുന്നതിൽ അഭിമാനമുണ്ടാവുക, ധാർമ്മിക ജീവിതം കൈവിടാതിരിക്കുക, നമസ്കാരം നിലനിർത്തുക, ദീനിയായി ജീവിക്കുക, ഏറ്റവും നല്ലവരായി ജീവിച്ച് മരണപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇസ്ലാം അഭിമാനമാണ്, ഖുർആൻ അന്തസ്സാണ്, അല്ലാഹുവിന്റെ ദീൻ നമ്മുടെ അടിത്തറയാണ്. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ ജീവിക്കാൻ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുസ്ലിമായി ജീവിച്ച് അതേ ഇസ്ലാമിൽ തന്നെ മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ റമദാനിൽ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നീ ഞങ്ങൾക്ക് സ്വീകരിച്ച് റയ്യാൻ കവാടം സമ്മാനമായി നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നാഥ കബടം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ഈമാനോടും തഖ്വയോടും കൂടി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നീ ഞങ്ങൾക്ക് അനുഗ്രഹം തൗഫീഖും നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഗസയിലും മ്യാൻമറിലും ചൈനയിലും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും കട്ടതകൾ നിർവഹിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഗൾഫ് നാടുകളിലും കേരളത്തിന്റെ പുറത്തും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നല്ലവരായ പ്രവാസി സഹോദരങ്ങൾ, ഞങ്ങളുടെ കുടുംബക്കാർ നാഥ നീ അവർക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഈദ് ആഘോഷിക്കുമ്പോൾ ആശുപത്രികളിൽ വീടുകളിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന രോഗികളുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്. നാഥ നീ അവർക്ക് ശിഫ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇതുപോലെ സമാധാനത്തിൽ ഒരുമിച്ച് കൂടാൻ ഇവിടെ ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരുന്ന പട്ടാളക്കാർ, നിയമപാലകർ, ഒരുപാട് ആളുകളുണ്ട് ഇതിന്റെ പിന്നിൽ. സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നാഥ. നീ അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ നാട്ടിൽ എല്ലാവർക്കും സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അന്തരീക്ഷം നീ സമ്മാനമായി നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് ജീവിച്ച് അതേ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹി ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലഹരി വ്യക്തിയെയും കുടുംബത്തെയും നാടിനെയും നശിപ്പിക്കുന്ന ശത്രു. എല്ലാ ലഹരികളും പൈശാചികവും മ്ലേച്ഛവുമാണ്. മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ എല്ലാ ലഹരികൾക്കുമെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും. ലഹരി കൊണ്ട് നാടിനെ നശിപ്പിക്കുന്നവർക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. എന്റെ കുടുംബത്തിൽ ആരും ലഹരി ഉപയോഗിക്കുകയോ ഉപയോഗിക്കുന്നവരായി ചങ്ങാത്തം കൂടുകയോ ചെയ്യില്ല. ലഹരിയിൽ നിന്നും യുവതലമുറയെയും നാടിനെയും രക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. അല്ലാഹു അക്ബർ.